യുവാക്കളെ ആണെങ്കിൽ അത് ശരിയാണ്. കാരണം ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാ രംഗത്തും യുവാക്കൾ കടന്നു വന്നിട്ടുണ്ട്. സംവിധായകരുണ്ട്, ഒരുപാട് യുവാക്കൾ, ആക്ടേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, എല്ലാവരും യുവാക്കൾ ഒരുപാടുണ്ട്. ആ ഒരു അർത്ഥത്തിലാണെങ്കിൽ ന്യൂ ജനറേഷൻ്റെ ഒരു നല്ലൊരു ഇടപെടൽ സിനിമയിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ഈ ന്യൂ ജനറേഷൻ സിനിമ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല, അതിൻ്റെ മീനിങ് എന്താണെന്ന്. കാരണം ഞാൻ പറയുക, ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമ വിഗതകുമാരനായിരുന്നു. കാരണം അന്ന് ജെ.സി. ഡാനിയൽ ന്യൂ ജനറേഷനായിരുന്നു, ഒരു പുതിയ ഒരു സിനിമ ഇവിടെ, അല്ലെങ്കിൽ ഒരു കലാരൂപം ഇവിടെ കൊണ്ടുവന്ന ഒരാളാണ്. പിന്നീട് എത്രയോ തവണ ന്യൂ ജനറേഷൻസ് മലയാള സിനിമയിലുണ്ടായിട്ടുണ്ട്. ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറയുന്ന പി രാംദാസിൻ്റെ സിനിമ, അതായിരുന്നു ഏറ്റവും വലിയ ന്യൂ ജനറേഷൻ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് വിദ്യാർത്ഥികളായിരുന്ന രാംദാസ് സാറും കുറേ സുഹൃത്തുക്കളും കൂടിയും ചേർന്നിട്ട് അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമയുടെ രീതികളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് കുറേ ആ വിദ്യാർത്ഥികൾ ചെയ്ത സിനിമയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ റിയലിസ്റ്റിക് മൂവി എന്നുള്ളത്. പഥേർ പാഞ്ചാലിക്ക് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആ സിനിമ തിയേറ്ററിലെത്തുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ റിയലിസ്റ്റിക് മൂവി ചെയ്ത പി രാംദാസും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമാണ് ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമാക്കാർ മലയാളത്തിൽ. അതിനുശേഷം നമുക്കറിയാം പി എൻ മേനോൻ സാറിൻ്റെ ഒരു കാലഘട്ടം വന്നു, അടൂർ സാറിൻ്റെ കാലഘട്ടം. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആ ജനറേഷൻ ഇവിടെ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം മലയാളത്തിൽ വന്ന ഏറ്റവും വലിയ ന്യൂ ജനറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 70കളുടെയൊക്കെ അവസാനത്തിൽ 80കളുടെ ആരംഭത്തിൽ ഭരതൻ, പത്മരാജൻ, ഫാസിൽ, ഇപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്നത് ഒരു ന്യൂ ജനറേഷൻ സിനിമയാണ്. ആരവം, അന്നത്തെ നെടുമുടി വേണു, കൊടിയേറ്റൻ ഗോപിയും അതിലുള്ള പുതിയ ആർട്ടിസ്റ്റുകൾ, മമ്മൂട്ടി, മോഹൻലാലും, അവരുടെയൊക്കെ കടന്നുവരവിൻ്റെ ഞങ്ങളൊക്കെ അതിന് പിൻപറ്റി വന്ന ആൾക്കാരാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് മലയാള സിനിമയിൽ ഒരു ന്യൂ ജനറേഷൻ ഇറ ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പോൾ ഏകദേശം ഒരു 30 വർഷങ്ങളാകുമ്പോൾ സ്വാഭാവികമായൊരു പരിണാമം ഉണ്ടാവും, അടുത്ത ജനറേഷൻ ഉണ്ടാവുകയാണ്. ആ അടുത്ത ജനറേഷൻ്റെ കടന്നുവരവാണ് സിനിമയിലേക്കുള്ളത്. അതിനുപരിയായിട്ട് എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് അറിയില്ല. പിന്നെ എല്ലാവരും പറയുന്ന ന്യൂ ജനറേഷൻ സിനിമകളുടെ ബോൾഡായിട്ട് തീം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ചില കഥകൾ, ക്ലിഷയായിട്ടുള്ള കഥകൾ കണ്ടു മടുക്കുമ്പോഴാണ് പുതിയ കഥകൾ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭരതനും പത്മരാജനൊക്കെ വന്ന സമയത്തും അവർ ഇതേപോലെ ബോൾഡായിട്ടുള്ള കഥകളാണ് എടുത്തിട്ടുള്ളത്. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള സിനിമകളാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്ത് എന്ത് വിപ്ലവകരമായ മാറ്റമാണ് ഇവർ ഈ നിമിഷം വരെ മലയാള സിനിമയിൽ ചെയ്തത് എന്നെനിക്കറിയില്ല. എങ്കിലും അവരുടെ ക്രാഫ്റ്റിനെ, അവരുടെ ടാലൻറ്റിനെ എല്ലാം ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം നല്ല കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ സിനിമയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരോട് എനിക്കൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മണ്ണിൽ നിന്നുകൊണ്ട്, അതായത് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു കൾച്ചർ, മലയാളത്തിൻ്റെ ഒരു സംസ്കൃതിയുണ്ട്, അതിൽ നിന്നുകൊണ്ട് നമ്മുടെ സിനിമ ചെയ്യാന്നുള്ളതാണ്. അതല്ലാതെ വിദേശ സിനിമകൾ അതേപോലെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ നമ്മൾ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ കൾച്ചർ വിട്ടിട്ടുള്ള ഒരു സിനിമ നമുക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തെല്ലായിടത്തും തന്നെ അവരുടെ സിനിമ, അവരുടെ ഭാഷയിലെ സിനിമ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തുന്നത് ആ ദേശത്തിനെക്കുറിച്ച്, ആ മണ്ണിനെക്കുറിച്ചുള്ള സിനിമകളാണ്. ലോകത്തിലെ ഏറ്റവും നല്ല സിനിമകൾ എവിടെ ഉണ്ടായിട്ടുള്ളതും അവരുടെ നാടിനെക്കുറിച്ചുള്ള കഥ പറയുന്ന സിനിമകളാണ് ലോകത്തിലെവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് ഈ ന്യൂ ജനറേഷൻ. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ സിനിമകൾ നിലനിൽക്കുകയുള്ളൂ, ശക്തി ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന് നമുക്ക് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് തന്നെ നോക്കാം. അവിടെ ന്യൂ ജനറേഷൻ മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ പരുത്തിവീരനും സുബ്രഹ്മണ്യപുരം ആണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്, അല്ലാതെ കൊറിയൻ സിനിമകൾ അതേപോലെ പകർത്തി വയ്ക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. എന്താ പറയുക, ആർജവം ഇവിടെ ചെറുപ്പക്കാർ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിഹിതം അല്ലെങ്കിൽ അത്തരം തീമുകൾ എന്ന് പറയുന്നത് ഇന്ന് സിനിമയേക്കാളും കൂടുതൽ കാണുന്നത് ടെലിവിഷനിലാണ്. സീരിയലുകൾ, കംപ്ലീറ്റ് സീരിയലുകൾ അതാണ്. അപ്പോൾ അത് സിനിമയിലേക്ക് വേറെ കുറച്ചും കൂടി നല്ല ഫ്രെയിംസിൽ, നല്ല ഷോട്ടുകളിലൂടെ പകർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഒരു ഇതൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ആ ട്രെൻഡ് മാറും, കുറച്ചും കൂടിയും യഥാർത്ഥത്തിലുള്ള എന്താണെന്നുള്ളത് തിരിച്ചറിയും. ഇപ്പോൾ താൽക്കാലികമായിട്ട് അതിൽ ഭ്രമിക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ടാവും, അത്തരം സിനിമകൾ കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരുണ്ടാവും. പക്ഷേ അതാണ് ഒരു തുറന്ന് കാണിക്കൽ അല്ലെങ്കിൽ പൊളിച്ചെഴുത്ത് എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ വരുമ്പോഴാണ് കുഴപ്പമാകുന്നത്. ഈ പൊളിച്ചെഴുത്ത് എന്ന് പറയുന്നത് അതല്ല. ഇപ്പോൾ പലരും പറയുന്നത് അങ്ങനെയാണ്, ന്യൂ ജനറേഷൻകാർ അതുവരെയുള്ള ഉണ്ടായിരുന്ന വ്യവസ്ഥിതിയെ മുഴുവൻ തിരിച്ച് പൊളിച്ചെഴുതി മലയാളത്തിൽ പുതിയൊരു സംസ്കാരം കൊണ്ടുവരുമെന്ന് പറയുന്നതല്ല ശരിക്കും. അത് പൊളിച്ചെഴുതുക എന്ന് പറയുന്നത് നിലവിലുള്ള സിസ്റ്റത്തിനെ മാറ്റുന്നതിനൊപ്പം തന്നെ പുതിയത് ഇതാണെന്ന് സ്ഥാപിക്കാൻ കഴിയണം. അത് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ഇപ്പോഴും തൂവാനത്തുമ്പികളിൽ അഭിരമിക്കുകയാണ്. ഇപ്പോൾ ഏത് ന്യൂ ജനറേഷൻകാരും, ഞാനിത് പറയണോ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ മിക്കവാറും എല്ലാവരും പറയുമ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഏറ്റവും ഇതാണ് ഞങ്ങളുടെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ പറയുന്നത് തൂവാനത്തുമ്പികളാണ്. ഈ തൂവാനത്തുമ്പികൾ ഉണ്ടാക്കിയിട്ട് 10-30 വർഷമായി.
മനസ്സിലായില്ല, അത് പുതിയ സിനിമയല്ല, പുതിയ കാലഘട്ടത്തിലെ സിനിമയല്ല. അപ്പം അവർക്ക് ഇപ്പോഴും പഴയ സിനിമയെ ചൂണ്ടിക്കാണിക്കാനുള്ളൂ എന്നുള്ളതാണ് തകരാറ്. അത് മാറ്റിയിട്ട് ഇതാണ് ഞങ്ങളുടെ സിനിമ എന്ന് സ്ഥാപിക്കണം. അത് കഴിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാൽ നമുക്ക് ചില കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻ വരും. അതാണ് ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. കാരണം ചില കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണിക്കേണ്ടെന്ന് തോന്നും. നമ്മളിപ്പോൾ ബാത്റൂമിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ കാണിക്കുന്നത് മഹത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചില കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും നല്ല ഫിലിം മേക്കർ എവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് എന്ത് കാണിക്കേണ്ട എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകുമ്പോഴാണ് അയാളൊരു മികച്ച ഫിലിം മേക്കർ ആവുക. മനസ്സിലായി? അല്ലെങ്കിൽ എന്ത് എല്ലാം തുറന്ന് കാണിക്കുന്നു എന്നുള്ളത് ഒരിക്കലും മികച്ച ഫിലിം മേക്കർ ആവില്ല. എന്ത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്, കാണിക്കാതെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ലോകത്തുള്ള ഏറ്റവും നല്ല ക്ലാസിക് സിനിമകൾ എടുത്ത് നോക്കും. ആ ക്ലാസിക് സിനിമകളിലെല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞങ്ങളെല്ലാം പച്ചയായിട്ട് തുറന്ന് കാണിക്കുന്നു. ചിലപ്പോൾ ഒരു നിശബ്ദതയിലൂടെ ആയിരിക്കും. അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ദുരന്തം കാണിക്കുന്നത് ചിലപ്പോൾ ഒരാളുടെ മുഖത്തെ എക്സ്പ്രഷനിലൂടെ ആയിരിക്കും. അത് കാണിക്കാൻ കഴിയുക എന്നുള്ളതാണ് കഴിവ്. അതല്ലാതെ എല്ലാം ഞങ്ങൾ ഇപ്പോൾ തുറന്ന് കാണിക്കുന്നു, ഇതാണ് വിപ്ലവം എന്ന് പറയുന്നതിന് മെച്യൂരിറ്റി ഇല്ലായ്മയാണ് എനിക്ക് അതിന് പറയാനുള്ളത്. അതായത് ഇതിൻ്റെ അകത്ത് ഒരു മെച്യൂരിറ്റി ഉണ്ടാകുക എന്നുള്ളത് ഒരു ഫിലിം മേക്കർക്ക് ഏറ്റവും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി, അത് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു വകതിരിവ് എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ നമുക്ക് പറയാം. ആ വകതിരിവുണ്ടെങ്കിൽ മാത്രമേ അയാളൊരു നല്ല ഫിലിം മേക്കർ ആവുള്ളൂ. ഫിലിം മേക്കറല്ല, ഏത് രംഗത്തായാലും അയാൾ ചെയ്യുന്നതിന് ആ ഒരു സ്ഥായിയായൊരു ഇത് നമ്മൾ അങ്ങനെയാണല്ലോ പറയുക. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിലുള്ളൊരു വിജയം കൊണ്ട് നമുക്കൊരാളെ നമുക്ക് അളക്കാൻ കഴിയില്ല. വൺ ഫിലിം വണ്ടർ കൊണ്ട് കാര്യമില്ല. വീണ്ടും വീണ്ടും വിജയങ്ങൾ ആവർത്തിക്കുകയും അയാളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നുകൊണ്ട് സിനിമ ചെയ്യാൻ കഴിയുക. എൻ്റെ വഴി ഇതാണ്, എൻ്റെ സ്റ്റാൻഡ് ഇതാണ്, എൻ്റെ കാഴ്ചപ്പാടുകൾ ഇതാണ്, ഞാൻ അത്തരം സിനിമകളിൽ തന്നെ നിൽക്കൂ എന്ന് പറയുമ്പോഴാണ് ഒരാളെ നമ്മൾ ആ രീതിയിൽ അടയാളപ്പെടുത്തുന്നത്.